നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരി റെയിൽപാത സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഓഫീസുകൾ വീണ്ടും തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. പദ്ധതി പ്രദേശത്ത് ആഹ്ലാദം. സ്ഥലം ഉടമകൾക്ക് ലഭിക്കുക പുതുക്കിയ സ്ഥലവില. പുതിയ ഓഫീസ് തുടങ്ങുന്നത് പാലായിൽ. ലഭ്യതയിൽ കുറവ്. സംസ്ഥാനത്ത് മുട്ടയുടെ വില ഉയരുന്നു. നാടൻ മുട്ടയ്ക്ക് 9 രൂപ, താറാവ് മുട്ടയ്ക്ക് നൽകേണ്ടത് 12 രൂപ വരെ. കോട്ടയം ജില്ലയിൽ ചൊവ്വാഴ്ച വരെ ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. മലയോര പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. ലഹരിക്കെതിരെ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഓട്ടംതുള്ളൽ. ലഹരിവിരുദ്ധ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത് കോട്ടയം BCM കോളേജിൽ. വാർത്തകൾ വിശദമായി. ശബരി റെയിൽപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഓഫീസുകൾ വീണ്ടും തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതോടെ പദ്ധതി പ്രദേശത്ത് ആഹ്ലാദം. അങ്കമാലി മുതൽ രാമപുരം വരെ 72 കിലോമീറ്റർ ദൂരം നേരത്തെ തിരിച്ചിട്ടിരുന്നു. പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചപ്പോൾ ഈ പ്രദേശത്തുള്ളവർ പ്രതീക്ഷയിലാണ്. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാനുള്ള ഓഫീസുകൾ വീണ്ടും തുറക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ 2.5 പതിറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ഇപ്പോൾ വിരാമമാകുകയാണ്. അങ്കമാലി മുതൽ രാമപുരം പിഴക വരെ 72 കിലോമീറ്റർ ദൂരത്തിൽ 2125 കുടുംബങ്ങളുടെ ഭൂമിയിൽ പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പും റെയിൽവേയും കല്ലിട്ട് തിരിച്ചിരുന്നു. പദ്ധതി മുടങ്ങിയപ്പോൾ ഈ ഭാഗത്തിലുള്ളവർ വലിയ പ്രതിസന്ധിയിലായി. പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചതോടെ ഇവർ പ്രതീക്ഷയിലാണ്. പുതിയ സ്ഥലമേറ്റെടുപ്പ് നിയമം അനുസരിച്ചുള്ള സ്ഥലവില ഇവർക്ക് ലഭിക്കും. നേരത്തെ രാമപുരം മുതൽ എരുമേലി വരെ ഏരിയൽ സർവേയും നടത്തിയിരുന്നു. പാലായിൽ സ്ഥലമേറ്റെടുപ്പ് ഓഫീസ് നേരത്തെ തുറന്നിരുന്നു. പിന്നീട് പ്രവർത്തനം നിലച്ചു. വീണ്ടും ഓഫീസ് തുടങ്ങാൻ പോകുന്നതും പാലായിലാണ്. കോട്ടയം ജില്ലയിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്ന രാമപുരത്ത് 6 കിലോമീറ്റർ കല്ലിട്ട് തിരിച്ചിരുന്നു. സ്റ്റേഷൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പിഴക് വരെയായിരുന്നു ഇത്. രാമപുരം പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതിൽപ്പെടും. സർവേ കല്ല് സ്ഥാപിച്ചതിനാൽ ഭൂമി വിൽക്കാനോ പണയം വയ്ക്കാനോ കഴിയാതെയായി. 2.5 പതിറ്റാണ്ടിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കാണ് ഇപ്പോൾ വിരാമമാകുന്നത്. കോട്ടയം ജില്ലയിലേതടക്കം നിർത്തിപ്പോയ സ്ഥലമേറ്റെടുക്കൽ ഓഫീസുകൾ തുടങ്ങാനും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനുമാണ് തീരുമാനം. അടുത്ത മാസം റെയിൽവേ ഉന്നതതല സംഘം സ്ഥലം സന്ദർശിക്കും. 3 ജില്ലകളിലായി 204 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിങ്ങനെ 14 സ്റ്റേഷനുകളാവും ഉണ്ടാവുക. ഇതിൽ രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിങ്ങനെ 5 സ്റ്റേഷനുകളാണ് കോട്ടയം ജില്ലയിൽ ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് മുട്ടവില ഉയരുന്നു. നാടൻ കോഴിമുട്ടയ്ക്ക് 9 രൂപയാണ് വില. താറാവ് മുട്ടയ്ക്ക് 10 മുതൽ 12 രൂപ വരെ നൽകണം. മുട്ടയുടെ ഉൽപ്പാദനം കുറഞ്ഞതോടെ മുട്ടവില ഉയർന്നു. ലുഗോൺ മുട്ടയ്ക്ക് ചില്ലറ വില 6.5 മുതൽ 7 രൂപ വരെയായി. നാടൻ കോഴിമുട്ടയ്ക്ക് 8 മുതൽ 9 രൂപ വരെയാണ് വില. താറാവ് മുട്ടയ്ക്ക് 10 മുതൽ 12 വരെയാണ് വില. താറാവ് മുട്ടയുടെ വരവ് കുറഞ്ഞതും വില വർധനയ്ക്ക് ഗണ്യമായ കാരണമായിട്ടുണ്ട്. മുട്ടവില ഉയരുന്നത് ചെറിയ തോതിലെങ്കിലും അടുക്കളകളുടെ താളം തെറ്റിച്ചിട്ടുണ്ട്. കോഴി വളർത്തൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നതും വില വർധനവിന് കാരണമാകുന്നുണ്ട്. സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ പക്ഷിപ്പനിക്ക് ശേഷം പല ഫാമുകളും തുറക്കാത്തതും വില വർധനയ്ക്ക് ഇടയാക്കി. ഇപ്പോൾ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നുമാണ് മുട്ടകൾ എത്തുന്നത്. സ്കൂളുകളിലും അംഗനവാടികളിലും മുട്ട വിതരണം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഹോട്ടലുകളിലും മറ്റ് മുട്ട വിഭവങ്ങൾക്ക് ഇനി വില ഉയരും. ട്രോളിംഗ് നിരോധനം ഉള്ളതിനാലും ഇറച്ചി വിഭവങ്ങൾക്ക് വില ഉയർന്നു നിൽക്കുന്നതിനാലും മുട്ടയ്ക്ക് ഇപ്പോൾ വൻ ഡിമാൻഡുണ്ട്. ഫാമുകളിൽ നിന്നും മുട്ട ശേഖരിച്ച് വിൽപ്പന നടത്തുന്നതിന് സർക്കാർ സംവിധാനം വേണമെന്നാണ് ഫാം ഉടമകളും വിൽപ്പനക്കാരും വിതരണക്കാരും ആവശ്യപ്പെടുന്നത്. കോഴിത്തീറ്റ വില ഉയരുന്നതും ഫാം നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വില വർധനവ് പിടിച്ചു നിർത്താനുള്ള ഏക മാർഗം. ന്യൂസ് ബ്യൂറോ, പാല. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജൂൺ 17 വരെ കോട്ടയം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് അതിശക്തമായ മഴയായി കണക്കാക്കിയിരിക്കുന്നത്. ലഹരിക്കെതിരെ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച് എക്സൈസ് ഓഫീസർ. കോട്ടയം BCM കോളേജിലാണ് വേറിട്ട ബോധവൽക്കരണ പരിപാടി നടത്തിയത്. ലഹരിയുടെ അതിപ്രസരം എല്ലാ മേഖലയിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണം ഒരുക്കി കോട്ടയം BCM കോളേജ്. എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഓട്ടംതുള്ളലിലൂടെയാണ് ലഹരി വിരുദ്ധ സന്ദേശം കോളേജ് കുട്ടികൾക്ക് കൈമാറിയത്. ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ, അപെക്സ് കൗൺസിലും BCM കോളേജും ചേർന്നാണ് വേറിട്ട സന്ദേശം ഒരുക്കിയത്. എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ എറണാകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V ജയരാജ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു.
കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഫാദർ എബ്രഹാം പറമ്പെട്ട് അധ്യക്ഷനായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കുടുംബമേളയും വ്യാപാര ഭവനിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സാബു ജോർജ്, ട്രഷറർ തോമസ് കുട്ടി ജോസഫ്, സെക്രട്ടറി ജോജി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. 80കളിൽ ആരംഭിച്ച ഈ സംഘടന ഏതായാലും ദൈവാനുഗ്രഹത്താൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, പൊൻകുന്നത്തിന്റെ ചരിത്രം, പൊൻകുന്നത്ത് എന്തു പരിപാടി നടന്നാലും, പൊൻകുന്നത്ത് ഏത് കാര്യം നടന്നാലും, അത് സർക്കാരാണേലും പഞ്ചായത്ത് തലത്തിലാണേലും സർക്കാർ ഇതരാണേലും മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയുടെ സാന്നിധ്യം അവിടെ വലുതാണ്. അവിടെ വളരെ മുൻഗണനാക്രമത്തിൽ നമുക്കൊരു സ്ഥാനം കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 80കളിൽ കാലഘട്ടത്തിൽ ഉണ്ടായ പല സംഘടനകളും ഇന്നും പേര് പോലും അറിയാൻ മേലാതെ പോലെ അവശേഷിച്ചു, ഇല്ലാതായി. പക്ഷേ മർച്ചന്റ് അസോസിയേഷൻ നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാസ്ഥാന മന്ദിരമുണ്ട്. നമുക്ക് നാൾക്ക് നാൾ പുരോഗതിയെ ഉണ്ടായിട്ടുള്ളൂ. പൊൻകുന്നത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പൊൻകുന്നം മർച്ചന്റ് അസോസിയേഷൻ ഒഴിച്ചുകൂട്ടാൻ മേലാതെ ആയി തീർന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യ ഹാസ്യ നടന്മാരിൽ പ്രധാനിയായിരുന്നു SP പിള്ളയെന്ന് മന്ത്രി VN വാസവൻ. SP പിള്ളയുടെ 40ാം സ്മൃതി ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. SP പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SP പിള്ളയുടെ 40ാം സ്മൃതി ദിനം ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. SP പിള്ളയുടെ കഥാപാത്രങ്ങൾ എക്കാലത്തും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. അംഗം ജയിച്ചവരായിരുന്നു ആടാം പാടാം അല്ലേ? ഇന്നത്തെ സദസ്സിൽ പഴയ സിനിമ കണ്ടില്ലേ? ഈ പാട്ട് അദ്ദേഹം പാടി അഭിനയിച്ച രംഗം മനോഹരമായി ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. വടക്കൻ പാട്ടുകളിലെ പാണന്റെ വേഷം കെട്ടി ആർച്ചയുടെയും ആരോഗ്യശേഖരുടെയും അരിങ്ങോരുടെ ആരോഗ്യശേഖരുമായിട്ടുള്ള അംഗത്തിൻ്റെയും എല്ലാം ഉള്ളടക്കം തൻ്റെ മനോഹരമായ ഈ പാട്ടിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഹാസ്യ കഥാപാത്രം മാത്രമായിരിക്കില്ല, സ്വഭാവ നടന്ന രൂപത്തിലും വളരെ മനോഹരമായി നമ്മുടെ വെള്ളിത്തിരയിൽ തിളങ്ങിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനായിരുന്നു, മഹാനടനായിരുന്നു SP പിള്ള എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യ മനസ്സുകളിലുമായ SP പിള്ള ദിവംഗതനായ ജൂൺ 12-നാണ് സ്മൃതി ദിനം ആചരിച്ചു വരുന്നത്. SP പിള്ള സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഭദ്രദീപം തെളിച്ചു. SP പിള്ള സ്മാരക നടന പുരസ്കാരം ചലച്ചിത്ര അഭിനേതാവ് കോട്ടയം രമേശ് മന്ത്രി വാസവനിൽ നിന്നും ഏറ്റുവാങ്ങി. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ TC അരുൺകുമാർ വിദ്യാ പുരസ്കാര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഇന്ന് പവന് 1560 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം തേടിയത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 195 രൂപ വർദ്ധിച്ചു. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് ഇന്ന് തിരുത്തിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത്. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ മേൽശാന്തിയായി പ്രസാദ് നമ്പൂതിരിയെ നിയമിച്ചു. പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അയ്മനം നരസിംഹസ്വാമി ക്ഷേത്രം, പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പരിപ്പ് മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി ഇരുന്നിട്ടുണ്ട്. കാഴ്ചകളുടെ വൈവിധ്യങ്ങൾ പകർത്തുന്നതിനൊപ്പം ജീവകാരുണ്യത്തിന്റെ സന്ദേശം കൂടി പകരുകയാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പൊൻകുന്നം യൂണിറ്റിലെ അംഗങ്ങൾ. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ചാണ് യൂണിറ്റിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മാർസ്ലീവ മെഡിസിറ്റിയിലെത്തി രക്തം ദാനം ചെയ്തത്. രക്തം ദാനം നൽകിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നേതൃത്വം നൽകി. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 വിജയാഘോഷം നടത്തി. 200-ലധികം കുട്ടികളെ ആദരിച്ചു. പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 വിജയദിനാഘോഷം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് മികച്ച വിജയം നേടിയ 53 പേരെയും +2-വിൽ മികച്ച വിജയം നേടിയ 56 കുട്ടികളെയും +1 ടോപ്പറായ മിഷേൽ മരിയ സെബാസ്റ്റിനെ LSS, USS, NMMS സ്കോളർഷിപ്പുകളിൽ വിജയികളായ 75 കുട്ടികളെയും പുരസ്കാരം നേടിയ 21 കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ബിജി ജോജോ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ മരിയ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിസ്യു ജോസ്, ലാലം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ, PTA പ്രസിഡന്റ് ഡോക്ടർ TC തങ്കച്ചൻ, പാട്രിക് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല.
ചിറക്കടവ് മണ്ഡലം കോൺഗ്രസ് 5ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. മണ്ഡലം വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഭിനന്ദ് പ്രദീപ് ഗോപിയെയും ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി റെയിൽപാത സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ഓഫീസുകൾ വീണ്ടും തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. പദ്ധതി പ്രദേശത്ത് ആഹ്ലാദം. സ്ഥലം ഉടമകൾക്ക് ലഭിക്കുക പുതുക്കിയ സ്ഥലവില. പുതിയ ഓഫീസ് തുടങ്ങുന്നത് പാലായിൽ. ലഭ്യതയിൽ കുറവ്. സംസ്ഥാനത്ത് മുട്ടയുടെ വില ഉയരുന്നു. നാടൻ മുട്ടയ്ക്ക് 9 രൂപ, താറാവ് മുട്ടയ്ക്ക് നൽകേണ്ടത് 12 രൂപ വരെ. കോട്ടയം ജില്ലയിൽ ചൊവ്വാഴ്ച വരെ ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. മലയോര പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. ലഹരിക്കെതിരെ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഓട്ടംതുള്ളൽ. ലഹരിവിരുദ്ധ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത് കോട്ടയം BCM കോളേജിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.